ഒരു വിവരം അനുസരിച്ച് അലി റേസ അറാഫിയായിരുന്നു ഇടക്കാല പരമോന്നത നേതാവ് എന്ന തരത്തിൽ അവിടെ നിന്ന് അവർ തെരഞ്ഞെടുത്തത്. അപ്പോൾ ആ ഇടക്കാല നേതാവ് തന്നെയായിരിക്കുമോ ഇനി തുടർച്ചയായി അവിടെ ഇറാൻ്റെ പരമോന്നത നേതാവായി മാറുക എന്ന കാര്യങ്ങൾ അന്ന് ചർച്ചയ്ക്ക് വന്നിരുന്നു. ഏതായാലും അവിടെ ഏറ്റവും പെട്ടെന്നുള്ളൊരു നീക്കം എന്ന നിലയിൽ ഒരു പെർമനൻ്റായ ഒരു പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു നീക്കം അവിടെ നടക്കുന്നു. ഐ ബ്രിങ് ഗുഡ് ന്യൂസ് ടു ദ പീപ്പിൾ ദറ്റ് നോ പ്രോബ്ലം ഹാസ് അറൈസൺ in the field of leadership എന്ന് ആണ് അവിടെ നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന അവരുടെ ഇറാൻ നേതൃത്വം പറയുന്നത്. അതിൽ വ്യക്തമാകുന്നത് ഇതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ആയത്തുള്ള അലി ഖംനേയിയുടെ മരണത്തിനു ശേഷം ഇനി നേതൃത്വ പരാജയം ഇല്ല എന്ന് പറയുന്നു. ഇത് ഒരു യുദ്ധസമാനമായ സാഹചര്യമാണ്. അതുകൊണ്ട് ആ സാഹചര്യത്തിൽ കുറെ കൂടി ആർജവത്തോടെ പെരുമാറുന്ന തരത്തിലുള്ള ഒരു പ്രതികരണം ഒക്കെയാണ് ഇപ്പോൾ അവിടെ നിന്ന് ഈ അലി റേസ അറാഫിയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. ഹെസ്ബുള്ള ടാർജറ്റുകൾ ആക്രമിച്ചു എന്ന വിവരങ്ങൾ ഹെസ്ബുള്ള എയറോസ്പേസ് ഇസ്രായേലിൻ്റെ എയറോസ്പേസ് ഇൻഡസ്ട്രിയെ അറ്റാക്ക് ചെയ്യുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. അവർ നൽകിയിട്ടുള്ള ഒരു വാർത്താക്കുറിപ്പിൽ ഇങ്ങനെ പറയുന്നു: ഇസ്രായേലി എയറോസ്പേസ് ഇൻഡസ്ട്രീസിൻ്റെ ആസ്ഥാനം ആക്രമിച്ചിരിക്കുന്നു. ഇത് പാലസ്തീനിൽ ആണ് ഈ എയറോസ്പേസ് ഇൻഡസ്ട്രി ഇവിടെ ചില കേന്ദ്രങ്ങളുള്ളത്. അവിടേക്ക് അറ്റാക്ക് ചെയ്തിരിക്കുന്നു. പുലർച്ചെ 2 മണിക്കാണ് ആക്രമണം നടന്നത്. ഡ്രോൺ അറ്റാക്കാണ് നടന്നത്. ഇത് ഈ ലെബനനിലേക്കുള്ള ഇസ്രായേലിൻ്റെ ആക്രമണത്തിനുള്ള മറുപടിയാണ് എന്ന തരത്തിൽ ആണ് ഇപ്പോൾ ഈ പ്രതികരണവും വന്നിട്ടുള്ളത്. ശ്രീ പ്രസന്നൻ മാള, ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ഇന്ത്യൻ മൗനം എന്നത് നമുക്ക് അംഗീകരിക്കാനാകുമോ? എന്താണ് അങ്ങയുടെ ഒരു നിലപാട്? ഇന്ത്യ മൗനം എന്ന് പറയാൻ പറ്റില്ല സാർ. ഇന്ത്യ നല്ല രീതിയിൽ തന്നെ ഹോംവർക്ക് ചെയ്ത് വിദേശ രാജ്യങ്ങളുടെ നക്ഷത്രവന്മാരുമായിട്ട് ബന്ധപ്പെടണമെന്നുള്ള നമുക്ക് കിട്ടുന്ന വിവരം. പിന്നെ നമുക്ക് അമേരിക്ക ഇസ്രായേൽ വിഷയം മാത്രമല്ല ഇത്. ഈ അറബി രാജ്യങ്ങളൊക്കെ നമ്മുടെ സൗഹൃദ രാജ്യങ്ങളാണ്. അതുപോലെ തന്നെ ഇറാനുമായിട്ട് ബന്ധമുണ്ട്. ഇതെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് അഭിപ്രായമൊന്നും പറയാൻ പറ്റില്ല. ഈ ഭരണമാരിയൊന്നും കണ്ടു നിൽക്കുന്നവർക്ക് കൈയടിക്കാന്നല്ലാതെ ഇതൊക്കെ വളരെ ഗൗരവപൂർവമായ വിഷയങ്ങളാണ്. ഇന്നത്തെ മാത്രം കഴിഞ്ഞാൽ പോലെ നാളെയും കഴിയണം. അതിന്റെ പേരിൽ പിന്നെ അപ്പുറത്താണെങ്കിൽ റഷ്യയും ചൈനയൊക്കെ മിണ്ടാണ്ട് നിൽക്കുകയാണ്. അപ്പൊ അത് പല വിഷയങ്ങളുണ്ട്, ഗൗരവേറിയ വിഷയങ്ങളാണ്. ഇപ്പൊ കണ്ടു നിൽക്കുന്നവർക്ക് ഇങ്ങനെ അഭിപ്രായം പറയാം. നമ്മുടെ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയും ഒക്കെ നിരന്തരം ബന്ധപ്പെടുന്നു. സൗദിയുടെ, ബഹ്റിന്റെ, കുവൈറ്റിന്റെ ഒക്കെ രാജാക്കന്മാരുമായിട്ട് ബന്ധപ്പെടുന്നു, സംസാരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിഷയം. മൗനം ഒന്നൊന്നും വെറുതെ പറയാന്ന് മാത്രമേ ഉള്ളൂ. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ട്രംപ് ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു: ഇറാൻ ആദ്യം ആക്രമിക്കും എന്ന ഒരു ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് ആദ്യമായി തിരിച്ച് അങ്ങോട്ടേക്കുള്ള ഒരു ആക്രമണം പദ്ധതിയിട്ടത് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ മാർക്കോ റൂബിയോ ഈ യുദ്ധം എങ്ങനെ തുടങ്ങി എന്നതിനെ സംബന്ധിച്ചൊരു വിവരങ്ങൾ ആദ്യം നൽകിയിരുന്നു. മാത്രമല്ല, ഇറാൻ ഇപ്പോൾ ഇസ്രായേലും യുഎസിൻ്റെ കേന്ദ്രങ്ങളെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട്, മിഡിൽ ഈസ്റ്റിലെ യുഎസ് കേന്ദ്രങ്ങളെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തുന്നു എന്നാണ്. വാഷിംഗ്ടൺ എംബസി ദുബൈയിലുണ്ട്. അവിടെ ഫുജൈറയിൽ UAEയിൽ ഉള്ള വാഷിംഗ്ടൺ എംബസികളിലേക്ക് ആക്രമണം നടത്തിയതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇറാൻ നൽകുന്നു. അതേസമയം യുഎസും ഇസ്രായേലും ഇറാനെ തുടർച്ചയായി ആക്രമിക്കും എന്ന് പറയുന്നു. അസംബ്ലി ഓഫ് എക്സ്പേർട്സിൻ്റെ ബിൽഡിംഗ് തകർക്കാനുള്ള ശ്രമം നടത്തുന്നു. സിറ്റി ഓഫ് ഖോമിലാണ് ഇതുള്ളത്. 787 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ലെബനനിൽ ഇസ്രായേൽ ബെയ്റൂട്ടിലേക്ക് ബോംബയക്കുന്നു എന്നതിൻ്റെ വിവരങ്ങൾ വരുന്നു. സിഡോണിലേക്കും ബെയ്റൂട്ടിലേക്കുമാണ് ആക്രമണങ്ങൾ നടക്കുന്നത്. അവിടെ അഡീഷണൽ സൈന്യത്തെ അയക്കാനുള്ള ശ്രമം ലെബനൻ നടത്തുന്നു എന്നാണ് പറയുന്നത്. ഇവരുടെ തെക്കൻ ലെബനനിലേക്കാണ് ഈ ആക്രമണങ്ങൾ വരുന്നത് എന്ന് പറയുന്നു. ട്രംപിൻ്റെ ഏറ്റവും ഒടുവിലെ പ്രഖ്യാപനം വരുന്നത് ഈ നേവിയെ ഡിപ്ലോയ് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയുന്നു. സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിലേക്ക് ഇനി കപ്പലുകൾ നീങ്ങുമ്പോൾ നേവിയെ കൂടി, അവിടെ US നേവി കൂടി അതിന് സുരക്ഷിതത്വം ഒരുക്കാനായി വരും എന്ന് പറയുന്നു. IRGC ഈ ഹോർമുസ് കടലിടുക്ക് അടച്ചതായുള്ള പ്രഖ്യാപനം നേരത്തെ നടത്തിയിരുന്നു. അത് ഈ എണ്ണ ഗതാഗതത്തിൻ്റെ
എണ്ണ ഗതാഗതത്തിൻ്റെ വഴികൾ പൂർണ്ണമായി അടയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് അതിജീവിക്കാനുള്ള ശ്രമം അമേരിക്ക നടത്തുന്നു എന്ന വാക്കുകൾ ആണ് വരുന്നത്. ഇറാൻ ഇപ്പോൾ എണ്ണ ഉൽപ്പാദനം കുറയ്ക്കുന്നു എന്ന റുമേലിയ സൈറ്റിൽ എണ്ണ ഉൽപ്പാദനം കുറയ്ക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. വെസ്റ്റ് കുർണെ രണ്ടാമത്തെ പ്രോജക്റ്റിലും എണ്ണ ഉൽപ്പാദനം, അങ്ങനെ 2 പ്രധാന എണ്ണപ്പാടങ്ങളിൽ നിന്ന് എണ്ണ ഉൽപ്പാദനം കുറയ്ക്കുന്നു എന്നതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നു. അതോടൊപ്പം തന്നെ 2 സ്ലീപ്പർ സെല്ലുകൾ ഉണർത്തിയെടുത്ത് IRGC ആക്രമണം നടത്തിയതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഖത്തർ നൽകുന്നു. അവിടെ 10 സസ്പെക്റ്റുകളെ പിടികൂടിയെന്ന വിവരം വരുന്നു. ബിനോയ് എന്നോടൊപ്പം ചേർന്നു കൊല്ലത്ത് നിന്ന്. ബിനോയ്, ഈ സോണിയാഗാന്ധിയുടെ ആക്ഷേപം വരുന്നത് വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ്. അയത്തുള്ള അലി ഖംനെയി കൊല്ലപ്പെടുമ്പോൾ എന്തുകൊണ്ട് ഈ മൗനം എന്നാണ് സോണിയാഗാന്ധി ചോദിക്കുന്നത്. അതിൽ ഇന്ത്യ ധൃതി പിടിച്ചൊരു അഭിപ്രായം പറഞ്ഞാൽ അത് ദീർഘവ്യാപകമായ ഒരു പ്രശ്നത്തിന് വഴിവെക്കും എന്നുള്ളത് കൊണ്ടായിരിക്കുമോ മിണ്ടാത്തത് എന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ ഇത് തന്ത്രപരമായ ഒരു നിലപാടാണ് എന്ന് വാദിക്കുന്നവരുമുണ്ട്. ബിനോയ്, ഒരുപക്ഷെ സോണിയാഗാന്ധിക്ക് പിന്തുണയായിരിക്കും നൽകുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. നമസ്കാരം മനു. അതൊരു ആക്ഷേപം എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു ആക്ഷേപമല്ല. ഇന്ത്യ എപ്പോഴും ലോകത്ത് ഇതുപോലെയുള്ള യുദ്ധങ്ങൾ നടക്കുമ്പോൾ ആ യുദ്ധത്തിനൊക്കെ അഭിപ്രായം പറയാറുണ്ട്. നമ്മൾ എപ്പോഴും ഈ പാവങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ മഹാരാജ്യം. പക്ഷേ ഇപ്പോൾ അത് കാണുന്നില്ല. നമ്മുടെ ബഹുമാന്യ പ്രധാനമന്ത്രി കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പും ഇസ്രായേലിൽ പോയി തിരിച്ചു വരുന്നു. അപ്പൊ ഈ ഇസ്രായേലും അമേരിക്കയുമായിട്ടുള്ള നയതന്ത്ര ബന്ധം ആവശ്യമാവാം. പക്ഷെ ഇപ്പൊ അനാവശ്യമായുള്ള നയതന്ത്ര ബന്ധമാണ്. ഇപ്പോൾ ട്രംപിന് ഇപ്പോൾ ഒരു യുദ്ധക്കൊതിയാനാണ്. ട്രംപ് ലോകത്ത് ആരെയൊക്കെ അടിച്ച്, അത് നമ്മുടെ വെൻസിലെ പ്രധാനമന്ത്രിയെയും ഭാര്യയും കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.